സാധാരണഗതിയിൽ പരാജയപ്പെടുന്നവർ അനവധി കാരണങ്ങൾ നിരത്താറുണ്ട്. സ്വാഭാവികം മാത്രമാണത്. അതൊക്കെ ലോജിക്കായിട്ട് നമുക്ക് വിശ്വസിക്കാനും കഴിയും ചിലതൊക്കെ. എന്നാൽ അതിനപ്പുറത്തേക്കും ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യക്തികളല്ല, ഇവിടെ രാജ്യങ്ങളാണ്. അതായത് തങ്ങൾ പരാജയപ്പെടാൻ, അതായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്ത് എന്നാണ് പാക് മാധ്യമങ്ങൾ വിവരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പാക് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടാണ് നൽകിയത്. അതായത് പാകിസ്ഥാനെതിരെയുള്ള മത്സരം ജയിക്കാൻ ഇന്ത്യ കൂടോത്രം ചെയ്തു, അഥവാ ജാദു ടോണ, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നത് പോലെ കൂടോത്രം ചെയ്തു എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത്. ഇതിനായി 22 പണ്ഡിറ്റുകളെ ഈ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ എത്തിച്ചിരുന്നു. ഒരു പാകിസ്ഥാൻ കളിക്കാരന് ഇത്തരത്തിൽ മന്ത്രവാദം ചെയ്ത് അവരെ പരാജയത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് 2 പണ്ഡിറ്റുകളെ, അങ്ങനെ 11 കളിക്കാർക്ക് 22 പണ്ഡിറ്റുകളെ, ഈ പണ്ഡിറ്റുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ജയിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് കളിക്കാനും കഴിഞ്ഞതും വളരെ കൂളായി അവർ ജയിച്ചു പോയതും. ഇതിൻ്റെ പിന്നിലാണ് ഈ കൂടോത്രം. പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വരാതിരുന്നതിൻ്റെ പ്രധാന കാരണവും ഇതാണ്. കാരണം ഇത്തരം കൂടോത്രക്കാരായ പണ്ഡിറ്റുകളെ മറ്റും പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും വേദി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതും അത് ഇപ്പോൾ ദുബായിൽ ആ കളി നടത്തേണ്ടി വന്നതുമെന്നാണ്. ഏതായാലും ജനം അമ്പരന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ തോൽവിക്ക് കാരണം അന്വേഷിക്കുന്നവർക്ക് ഇത് ഒരു പുതിയ കാരണമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ